കനലൊരു തരിമതി 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 എന്ന് പാടിയത് അവനാണ്. ആ കനലിൽ നിങ്ങൾ വെള്ളമൊഴിച്ചു കെടുത്തി. ഇനി വേടനിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു യുവാവായ കലാകാരന്റെ ജീവിത വഴിത്താരയിൽ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മുള്ളും ചെളിയും നിങ്ങൾ വാരി വിതറിയത്? നിങ്ങളുടെ ഉദ്ദേശം നടക്കുമോ? വേടന്റെ വായടയ്ക്കാൻ നിങ്ങൾക്കാകുമോ? ഇല്ല, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ. അകലെ നിന്നൊരാരവം കേൾക്കുന്നില്ലേ? നിങ്ങളൊരു വേടനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതാ 100 1000 പതിനായിരങ്ങളല്ല, ലക്ഷക്കണക്കിന് വേടന്മാരുടെ പടയൊരുക്കമാണ് ആ കേൾക്കുന്നത്. അടിച്ചമർത്തപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ചങ്ങലക്കെട്ടുകൾ തകർത്തുള്ള ഉയർത്തെഴുന്നേൽപ്പാണത്. നിങ്ങൾ കെട്ടിപ്പൊക്കിയ അധികാരഹുങ്കിന്റെ കൊത്തളങ്ങൾ അവർ പിഴുതെറിയും. മാപ്പ് ചോദിക്കൂ വേടനോട്, വേടനെ നെഞ്ചിയേറ്റിയ യുവജനസാഗരത്തോട്. ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വീണ് തകർന്നടിഞ്ഞ ചാരക്കൂമ്പാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷി എന്ന പോലെ ചാരത്തിൽ നിന്നൊരു പറവയായി പറന്നുയരുമെന്നവൻ പാടിയിട്ടുണ്ട്. വേടൻ തുടരും.